നമുക്കറിയാം ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു? അതായത് ഒരു ലിവിങ് മൈക്രോ ഓർഗാനിസത്തിൽ നിന്ന് നാച്ചുറലി അല്ലെങ്കിൽ സെമി സിന്തറ്റിക്കലി ഡിറൈവ് ചെയ്തെടുക്കുന്ന കോമ്പൗണ്ടിനെയാണ് നമ്മൾ ആൻറ്റിബയോട്ടിക് എന്ന് പറയുന്നത്. ബാക്ടീരിയോസ്റ്റാറ്റിക്കും ഉണ്ട്, ബാക്ടീരിയോസിഡലും ഉണ്ട്. ബാക്ടീരിയോസ്റ്റാറ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ടീരിയയുടെ ഗ്രോത്തിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് എബിലിറ്റി ഉള്ളത്. ബാക്ടീരിയോസിഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എബിലിറ്റി ഉള്ളത്. ആൻറ്റി മൈക്രോബിയൽ എന്ന് പറഞ്ഞാൽ ബാക്ടീരിയ, വൈറസ്, ഫംഗൈ, പ്രോട്ടോസോവ അങ്ങനെയുള്ള പലതരത്തിലുള്ള മൈക്രോ ഓർഗാനിസത്തിന് എഫക്റ്റീവായിട്ട് അതിനെതിരെ പ്രവർത്തിക്കാൻ കഴിവുള്ള നാച്ചുറൽ അല്ലെങ്കിൽ സെമി സിന്തറ്റിക്കലി ഡിറൈവ് ചെയ്തെടുത്ത കോമ്പൗണ്ടിനെയാണ് ആൻറ്റി മൈക്രോബിയൽ എന്ന് പറയുന്നത്. ആൻറ്റി ബാക്ടീരിയൽ എന്ന് പറഞ്ഞാൽ ബാക്ടീരിയയുടെ ഗ്രോത്തിനെ പ്രിവെൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ബാക്ടീരിയനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള എബിലിറ്റി ഉള്ളത്. അത് നാച്ചുറൽ അല്ലെങ്കിൽ സെമി സിന്തറ്റിക്കലി നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്ന കോമ്പൗണ്ടിനെയാണ് ആൻറ്റി ബാക്ടീരിയൽ എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് മിനിമം ഇൻഹിബിറ്ററി കോൺസെൻട്രേഷൻ MIC എന്ന് പറയുമ്പം നമ്മൾ മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള എമൗണ്ട്. അപ്പം എത്ര എമൗണ്ട് കൊടുത്താൽ നമുക്ക് മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യാൻ പറ്റും, അതായത് അവിടെ ഗ്രോത്ത് ഉണ്ടാവാതെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള എമൗണ്ടിനെ MIC എന്നും ദെൻ MPC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബാക്ടീരിയനെ ഏത് സ്മോളസ്റ്റ് ലെവലിൽ നമുക്കതിനെ കൊല്ലാൻ പറ്റും, കില്ല് ചെയ്യാൻ പറ്റും. ആ ഒരളവിന് നമ്മൾ MBC മിനിമം ബാക്ടീരിയസിഡൽ കോൺസെൻട്രേഷൻ എന്നും പറയുന്നു. ഇനി ബാക്ടീരിയോസിഡൽ ഡ്രഗ്സ്, അതായത് ബാക്ടീരിയനെ കില്ല് ചെയ്യാനായിട്ട് കഴിവുള്ള ബാക്ടീരിയയാണ് ഡ്രഗ്സാണ് പെൻസിലിൻ, സിഫാലോസ്പോറിൻ, അമിനോഗ്ലൈക്കോസൈഡ്സ്, കെനോൾസ്, പോളിമിക്സിൻ, ബാസിട്രാസിൻ, റിഫാമിക്സിൻ എന്ന് പറയുന്ന കുറേ ബാക്ടീരിയസിഡൽ ഡ്രഗ്സ്. ദെൻ ബാക്ടീരിയോസ്റ്റാറ്റിക്, അതിൻ്റെ ഗ്രോത്തിനെ പ്രിവെൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇൻഹിബിറ്റ് ചെയ്യാൻ പറ്റുന്നത് ക്ലോറാംഫെനിക്കോൾ, ടെട്രാസൈക്ലിൻ, മാക്രോലിഡ്സ്, സൾഫോണമൈഡ്സ്. ഓക്കെ, അങ്ങനെയാണ് വരുന്നത്. ദെൻ ആൻറ്റി മൈക്രോബിയൽ ഏജൻസിൻ്റെ ആക്ഷൻ നമ്മൾ പറഞ്ഞു, അതായത് അതിൻ്റെ സെൽ വോളിൽ ആക്ട് ചെയ്യുന്നുണ്ട്. സെൽ വോൾ സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന, അതായത് ബാക്ടീരിയയുടെ സെൽ വോൾ സിന്തസിസ് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഡ്രഗ്സിൽ വരുന്നതാണ് പെൻസിലിൻ, സിഫാലോസ്പോറിൻ, ബാസിട്രാസിൻ, വാൻകോമൈസിൻ. ദെൻ പ്രോട്ടീൻ സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഡ്രഗ്സാണ് ക്ലോറാംഫെനിക്കോൾ, എറിത്രോമൈസിൻ, ടെട്രാസൈക്ലിൻ, സ്ട്രെപ്റ്റോമൈസിൻ. പിന്നെ നമ്മൾ പറഞ്ഞത് ഇതിൻ്റെ ന്യൂക്ലിക് ആസിഡ് സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നതിന് വേണ്ടി ക്യുനോൾസ്, റിഫാമ്പിൻ അതൊക്കെ കൊടുക്കും. ദെൻ പ്ലാസ്മ മെംബ്രെയിനിൽ ഇഞ്ചുറി ഉണ്ടാക്കാൻ പോളിമിക്സിൻ B കൊടുക്കും. പിന്നീട് എസെൻഷ്യൽ ആയിട്ടുള്ള മെറ്റബോളിസിൻ്റെ സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്യാനായിട്ട് സൾഫോണമൈഡ്സ്, ട്രൈമെത്തോപ്രീമ അങ്ങനെയുള്ള ഡ്രഗ്സൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ദെൻ അടുത്തത് AST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഇൻവിട്രോ ടെസ്റ്റിംഗ് ഓഫ് ബാക്ടീരിയ കൾച്ചർ, അതായത് നമ്മൾക്ക് ബാക്ടീരിയൽ കൾച്ചറിനെ വെച്ച് നമ്മൾ ടെസ്റ്റ് ചെയ്യുവാണ്. ആ ബാക്ടീരിയ കൾച്ചറിനെ വെച്ച് ടെസ്റ്റ് ചെയ്ത് നമ്മൾ ആ ബാക്ടീരിയ ഏത് ഡ്രഗ് കൊടുത്താൽ അല്ലെങ്കിൽ ഏത് ആൻറ്റിബയോട്ടിക് കൊടുത്താൽ ആ ബാക്ടീരിയ ഡെഡ് ആകും അല്ലെങ്കിൽ ബാക്ടീരിയയുടെ ഗ്രോത്ത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അത് ആ ബാക്ടീരിയ ആ ഡ്രഗിനോട് സസെപ്റ്റബിൾ ആണോ, റെസിസ്റ്റൻ്റ് ആണോ, അത് മോഡറേറ്റ്ലി സെൻസിറ്റീവ് ആണോ എന്ന് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന മെത്തേഡാണ് ആൻറ്റിബയോട്ടിക് സെൻസിറ്റിവിറ്റി ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് വഴി ആ ബാക്ടീരിയ എത്രമാത്രം അതിനോട് സെൻസിറ്റീവ് ആണ് അല്ലെങ്കിൽ എത്രമാത്രം അത് റെസിസ്റ്റൻ്റ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. മെയിനായിട്ട് നമ്മൾ പതോജനിക്, അതായത് നമ്മുടെ ക്ലിനിക്കൽ സാമ്പിൾസിൽ യൂറിൻ സാമ്പിൾ, പസ്വാബ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന മൈക്രോ ഓർഗാനിസം, അതായത് ക്ലിനിക്കൽ സാമ്പിൾസിൽ നിന്ന് കിട്ടുന്ന മൈക്രോ ഓർഗാനിസം ആ ഒരു പേഷ്യൻറ്റിന് നമ്മൾ ഏത് ഡ്രഗ് കൊടുത്താൽ അത് ആ ഒരു ഡിസീസിൽ നിന്ന് ആ പേഷ്യൻറ്റ് ക്യൂർ ആവും എന്ന് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ AST നമ്മളെ ഹെൽപ്പ് ചെയ്യും. 2 തരത്തിലുണ്ട്. ഡിഫ്യൂഷൻ മെത്തേഡുണ്ട്, ഡയലൂഷൻ മെത്തേഡുണ്ട്. അതിൽ ഡിഫ്യൂഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ് ടെസ്റ്റും ഡയലൂഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡുമാണ്. ഇനി ഈ ഡിഫ്യൂഷൻ മെത്തേഡിനകത്ത് തന്നെ 2 എണ്ണമുണ്ട്. സ്ട്രോക്ക് ഡിഫ്യൂഷൻ മെത്തേഡും കെർബി ബോവർ ഡിസ്ക് ഡിഫ്യൂഷൻ മെത്തേഡും. ഈ കെർബി ബോവർ ഡിസ്ക് ഡിഫ്യൂഷൻ മെത്തേഡാണ് നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ബാക്ടീരിയനെ എടുക്കും. നമുക്കിപ്പോൾ ഒരു സാമ്പിളിനകത്ത് നിന്ന്, ഒരു ക്ലിനിക്കൽ സാമ്പിളിൽ നിന്ന് ഒരു മൈക്രോ ഓർഗാനിസത്തിനെ കിട്ടി. ദെൻ ആ മൈക്രോ ഓർഗാനിസം എത്രമാത്രം ആൻറ്റിബയോട്ടിക്കിനോട് റെസിസ്റ്റൻ്റ് ആണ്, സെൻസിറ്റീവ് ആണെങ്കിൽ ഏത് ആൻറ്റിബയോട്ടിക് കൊടുത്താൽ ആ ഡിസീസ് ക്യൂർ ചെയ്യാൻ പറ്റും എന്നറിയാൻ വേണ്ടിയിട്ട് ദെൻ ആദ്യം ഫസ്റ്റ് ഈ ഐസൊലേറ്റ് ചെയ്തെടുക്കുക. പ്യുവർ ഐസൊലേറ്റ്സ് എടുക്കുക. ബാക്ടീരിയൽ കൾച്ചറിൽ നിന്ന് പ്യുവർ ഐസൊലേറ്റ്സിനെ എടുക്കുന്നു. ദെൻ നമ്മളത് ഒരു സ്മോൾ എമൗണ്ട് പെപ്റ്റോൺ വാട്ടറിനകത്തേക്ക് മിക്സ് ചെയ്തിട്ട് ആ ഒരു ടർബിഡ് ആവുന്നത് വരെ ടർബിഡ് ആവും. ജസ്റ്റ് ഒരു മിനിറ്റ് നമ്മളതൊന്ന് ഇൻക്യുബേറ്ററിൽ വയ്ക്കുമ്പോഴത്തേക്കും അത് ടർബിഡ് ആവും.
1 മണിക്കൂറൊക്കെ വെച്ചാൽ മതിയാവും. ദെൻ അത് ടർബിഡായി കഴിയുമ്പോഴത്തേക്കും അതിൽ നിന്നെടുത്ത് നമ്മുടെ ഒരു സ്വാബ് ഉണ്ടാവും, കോട്ടൺ സ്വാബ്. ആ കോട്ടൺ സ്വാബ് അതിൽ മുക്കിയിട്ട് നമ്മൾ അഗാർ പ്ലേറ്റിലേക്ക് നമ്മൾ സ്വാബ് ചെയ്യും. അപ്പം മെയിനായിട്ട് ഇവിടെ യൂസ് ചെയ്യുന്ന അഗാർ എന്ന് പറയുന്നത് MHA, മുള്ളൻ ഹിൻഡൻ അഗാർ എന്ന് പറയുന്ന അഗാർ പ്ലേറ്റാണ് നമ്മൾ ഇതിൻ്റെ AST ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. ദെൻ ആ പ്ലേറ്റിനകത്ത് നമ്മൾ ഓൾറെഡി MHA അഗാർ ഒഴിച്ച് അത് സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും. ആ അഗാറിനകത്തേക്കാണ് നമ്മൾ ഈ ടർബിഡായിട്ടുള്ള ഈ ബ്രോത്ത് ഒരു സ്വാബിൽ മുക്കിയിട്ട്, ഒരു ബഡ്സ് പോലത്തെ സ്വാബാണ്. ദെൻ ആ സ്വാബിൽ മുക്കിയെടുത്ത് ജസ്റ്റ് എക്സസ് ആയിട്ടുള്ള ഒന്ന് ആ ട്യൂബിൻ്റെ അവിടെ തന്നെ വെച്ചിട്ട് അത് കളയും. ദെൻ ആ ഒരു സ്വാബ് വെച്ച് ആ പ്ലേറ്റിൽ നമ്മൾ ആ പ്ലേറ്റ് ഫുള്ളായിട്ട് സ്വാബ് ചെയ്ത് എടുക്കും. ദെൻ സ്വാബ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഇപ്പോൾ നമ്മൾ ഇതൊരു MHA പ്ലേറ്റാണെന്ന് വിചാരിക്കാം. ആ MHA പ്ലേറ്റിൽ നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ ഇങ്ങനെ സ്വാബ് വെച്ച് നമ്മൾ ഇങ്ങനെ ചെയ്യും. പിന്നെ അത് ചെരിച്ച് വെച്ചിട്ട് ഇങ്ങനെ അങ്ങനെ ഫുള്ളായിട്ട്, അതായത് 3 പ്രാവശ്യം നമ്മൾ ഫുള്ളായിട്ട് ചെയ്യുക. അങ്ങനെ ഫുള്ള് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ലാസ്റ്റിലത്തെ ആ സ്വാബ് വെച്ച് ഈ റൗണ്ട് സൈഡ് ഭാഗം ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക. അപ്പം ഫുള്ളായിട്ട് അങ്ങനെ ഈ ബാക്ടീരിയൽ ഗ്രോത്ത് ഫുള്ളും ഈ പ്ലേറ്റിൽ തന്നെ ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്യുക. അപ്പം ഇങ്ങനെ വരും. ദെൻ അങ്ങനെ ആ സ്വാബ് ചെയ്തപ്പം ബാക്ടീരിയൽ കൾച്ചറല്ലേ നമ്മൾ ഇതിനകത്ത് സ്വാബ് ചെയ്തത്. എന്നിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഓരോ ഡ്രഗ്, ഇപ്പം ഞാൻ എന്താണ് ആദ്യം ചെയ്തത്, ഓൾറെഡി മീഡിയയിൽ അഗാർ പ്ലേറ്റിനുണ്ട്, MHA പ്ലേറ്റ് ഉണ്ട്. MHA പ്ലേറ്റാണ്. ആ MHA പ്ലേറ്റിനകത്തേക്ക് ഞാൻ ബാക്ടീരിയൽ കോളനീനെ സ്വാബ് ചെയ്തിട്ട് ഇനി അതിൻ്റെ ഓരോരോ ഡ്രഗ്സ് ഇട്ട് കൊടുക്കും. ഓക്കെ, ഓരോ ഡ്രഗ്സ് ഉണ്ട്. ആ ഡ്രഗ്സ് ഇത്ര ഡയമീറ്റർ വെച്ചിട്ട് പ്ലേസ് ചെയ്യും. ഓക്കെ, ഈ ഡിസ്ക് എന്ന് പറയുന്നത് ആൻറ്റിബയോട്ടിക് ഡിസ്ക് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഫിൽറ്റർ പേപ്പർ ഡിസ്ക്കാണ്. അത് ഇംപ്രഗ്നേറ്റഡ് വിത്ത് ആൻറ്റിബയോട്ടിക്സ്. ഓക്കെ, ഫിൽറ്റർ പേപ്പറിനെ ആൻറ്റിബയോട്ടിക്സ് ഇംപ്രഗ്നേറ്റഡ് ആയിട്ടുള്ള ഡിസ്ക്കാണ്. ദെൻ ഈ ഡിസ്ക് പ്ലേസ് ചെയ്യുന്നു, ഇൻക്യുബേറ്ററിൽ വെക്കുന്നു. 24 hours ആഫ്റ്റർ ഇൻക്യുബേഷൻ കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ ഇതിന് ചുറ്റും ഒരു സോൺ ഫോം ചെയ്യും. ഓക്കെ, ഈ ഒരു സോൺ ഫോം ചെയ്യും. ചിലതിൻ്റെ അടുത്ത് ഒന്നും ഫോം ചെയ്തില്ല, ചിലതിനടുത്ത് ചെറിയ രീതിയിൽ ഒരു സോൺ ഫോം ചെയ്യും. ഓക്കെ, ചെറിയ രീതിയിൽ ഫോം ചെയ്യും. അപ്പോൾ ഇതിനെ നമ്മൾ ഇതിൻ്റെ ഒരു ഡയമീറ്റർ എടുത്ത് നോക്കും. എത്രയാണ് ഇപ്പം 20 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 13 അങ്ങനെയൊക്കെ പറഞ്ഞു വരും. അപ്പോൾ നമുക്ക് അറിയാം ഇതിനൊരു ചാർട്ടുണ്ട്. ആ ചാർട്ടിനകത്ത് ഓരോ ഡ്രഗ്സിനും എത്രമാത്രം സെൻസിറ്റീവാണ്, അതായത് എത്ര വാല്യൂ കിട്ടിയാൽ സെൻസിറ്റീവാണ്, മോഡറേറ്റ്ലി സെൻസിറ്റീവ് ആണെന്നുള്ളത് അതിൻ്റെ ഒരു ചാർട്ടുണ്ട്. ആ ചാർട്ട് നോക്കണം. നോക്കിയിട്ട് ഇതിൻ്റെ ഡയമീറ്റർ ചെക്ക് ചെയ്യുക, എത്ര ഉണ്ടെന്ന് നോക്കുക. അപ്പോൾ അത് 20 മേളിലാണെങ്കിൽ അത് ആ ഡ്രഗ്, അതായത് ഈ ഡ്രഗിനോട് ഈ ബാക്ടീരിയ സെൻസിറ്റീവാണ്. അതായത് ഈ ഡ്രഗ് കൊടുത്താൽ ഈ ബാക്ടീരിയനെ നമുക്ക് കില്ല് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ തന്നെ ഇതിൻ്റെ ആ ഡയമീറ്റർ നോക്കുക, അതിൻ്റെ ആ ചാർട്ട് നോക്കുക, അതിൻ്റെ വാല്യൂ നോക്കിയിട്ട് അത് ഇപ്പോൾ ഇത് നോക്കുമ്പം ഇതെന്താണ്, സെൻസിറ്റീവാണ്. ഇത് നോക്കുമ്പം മോഡറേറ്റ്ലി സെൻസിറ്റീവാണ്. ഇത് നോക്കുമ്പോൾ കണ്ടോ, ഇതിൻ്റെ ചുറ്റിനും സോണൊന്നും ഫോം ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിനെ എന്തായിട്ട് എടുക്കും, റെസിസ്റ്റൻ്റ് ആയിട്ട് എടുക്കും. അപ്പോൾ ഇതാണ് മെയിനായിട്ട് നമ്മുടെ കെർബി ബോവർ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് കെർബി ബോവർ ഡിസ്ക് ഡിഫ്യൂഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താണ്, ഒരു MHA പ്ലേറ്റ് എടുക്കുന്നു, അതിനകത്തേക്ക് ആദ്യം ബാക്ടീരിയൽ ഗ്രോത്ത് സ്വാബ് ചെയ്തെടുക്കുന്നു, ബാക്ടീരിയനെ സ്വാബ് ചെയ്തെടുക്കും. ദെൻ ആൻറ്റിബയോട്ടിക് ഡിസ്ക് പ്ലേസ് ചെയ്യുന്നു, ഇൻക്യുബേറ്ററിൽ വെക്കുന്നു. ആഫ്റ്റർ ഇൻക്യുബേഷൻ നമ്മൾ നോക്കുമ്പോഴത്തേക്കും സോൺ ഫോം ചെയ്യും. സോണിൻ്റെ ഡയമീറ്റർ ചെക്ക് ചെയ്ത് അത് സെൻസിറ്റീവ് ആണോ റെസിസ്റ്റൻ്റ് ആണോ, ഓക്കെ, മോഡറേറ്റ്ലി സെൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. കണ്ടോ, പ്രൊസീജിയർ നോക്കൂ. അതായത് പ്യുവർ കൾച്ചർ പ്ലേറ്റ്സ് സെലക്ട് ചെയ്തെടുക്കുക, ഓർഗൻസത്തിനെ എടുക്കുന്നു. ദെൻ അതിനെ എന്ത് ചെയ്യുന്നു, സ്റ്റെറൈൽ സൊല്യൂഷനും എടുക്കാം. നമ്മൾ പെപ്റ്റോൺ വാട്ടർ എടുക്കും, അല്ലാതെ സലൈൻ സൊല്യൂഷൻ എടുത്താലും കുഴപ്പമില്ല. അതിനകത്തേക്ക് മിക്സ് ചെയ്തിട്ട് ദെൻ അതൊരു ഒരു ടർബിഡിറ്റി ഫോം ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അതിനെ സ്വാബ് ചെയ്യുന്നു. സ്വാബ് ചെയ്ത് കഴിഞ്ഞിട്ട് ഡിസ്ക് പ്ലേസ് ചെയ്യുന്നു. ദെൻ ഇൻക്യുബേഷൻ കഴിഞ്ഞ് നോക്കുന്നു. കണ്ടോ, സോൺ ഫോം ചെയ്തേക്കുന്നത്, അതായത് ബാക്ടീരിയയുടെ ഗ്രോത്ത് ഇല്ല. ഇവിടെ ബാക്ടീരിയയുടെ ഗ്രോത്ത് ഉണ്ട്. ആ റെസിസ്റ്റൻ്റ്, സെൻസിറ്റീവ് കണ്ടോ, ഇതാണ് റെസിസ്റ്റൻ്റ്, ഇത് സെൻസിറ്റീവ്, ഇത് മോഡറേറ്റ്ലി സെൻസിറ്റീവ്. അത് അതിൻ്റെ ആ ഒരു ഡയമീറ്റർ അനുസരിച്ചാണ് പറയുന്നത്. ഓക്കെ, ഇതൊരു ബാക്ടീരിയൽ, ഇത് നമ്മുടെ MHA പ്ലേറ്റിൽ ബാക്ടീരിയ സ്വാബ് ചെയ്തപ്പം കണ്ടോ വന്നിരിക്കുന്നത്. ഈ ഡ്രഗ്സ് ഇതൊക്കെ സെൻസിറ്റീവ് ആയിട്ടുള്ളതാണ്.
ഇത് സെൻസിറ്റീവാണ്, ഇതും സെൻസിറ്റീവാണ്. ഇത് കണ്ടോ, ഇത് മോഡറേറ്റ്ലി സെൻസിറ്റീവായിട്ട് കൊടുക്കാം. ഇതെല്ലാം റെസിസ്റ്റൻ്റ് ആണ്. ഓക്കെ, ദെൻ സ്വാബ് ചെയ്ത് ദെൻ സോൺ ഡയമീറ്റർ മെഷർ ചെയ്യുക. ദെൻ ഇത് കണ്ടോ, ഇതിൻ്റെ റെസിസ്റ്റൻറ്റ്, അതായത് അമിക്കാസിൻ്റെ കേസിലാണെങ്കിൽ 14 നമുക്ക് കിട്ടുന്ന ആ ഒരു ഡയമീറ്റർ എന്ന് പറയുന്നത് 14ലും താഴെയാണെങ്കിൽ അത് റെസിസ്റ്റൻ്റ് ആയിരിക്കും. 15നും 16നും ഇടയ്ക്കാണ് ഇൻ്റർമീഡിയറ്റ്. 17ൽ കൂടുതൽ ആ വാല്യൂ കിട്ടുന്നതെങ്കിൽ സസെപ്റ്റബിൾ. അങ്ങനെ നമുക്ക് അതിനകത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്ലോ ചാർട്ട് വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. ദെൻ ഈ ആൻറ്റിബയോട്ടിക് സസെപ്റ്റബിലിറ്റി ടെസ്റ്റ് ചെയ്യാൻ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഒന്നെന്ന് പറയുന്നത് pH. അതായത് pH കൂടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ആക്ടിവിറ്റി ഡിക്രീസ് ചെയ്യും. പിന്നെ അതിൻ്റെ മോയ്സ്ചർ കണ്ടൻറ്റ്, പിന്നെ അതുപോലെ തന്നെ മീഡിയത്തിൻ്റെ കമ്പോണൻറ്റ്, എത്രമാത്രം ഓർഗൻസും അതിനകത്ത് കൊടുക്കുന്നുണ്ട് എന്നുള്ളത്. ഇപ്പം നമ്മൾ പറഞ്ഞു എമൗണ്ട് ഓർഗൻസ്, അപ്പം നമ്മൾ ലൈറ്റായിട്ട് ആ ഓർഗൻസത്തിനെ കൊടുക്കുന്നതെങ്കിൽ ആ ഇൻഹിബിഷൻ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ഓക്കെ, നമ്മൾ ഹെവി ആയിട്ട് ഇനോക്കുലം കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡയമീറ്റർ കുറവായിരിക്കും. അപ്പം നമ്മൾക്ക് ഈ സോൺ, അതായത് കറക്റ്റായിട്ട് 3 പ്രാവശ്യം നമ്മൾ സ്വാബ് ചെയ്യാവുള്ളൂ. അതായത് കൂടിപ്പോയി കഴിഞ്ഞാൽ ബാക്ടീരിയയുടെ കോളനി കൂടിയാൽ ചിലപ്പോൾ ആ ഡ്രഗ്സ് റെസിസ്റ്റൻ്റ് ആയിരിക്കും, ചിലപ്പോൾ അത് സെൻസിറ്റീവ് ആയിരിക്കാം. പക്ഷെ നമ്മുടെ ആ ഒരു അതിൻ്റെ ഒരു തിക്നെസ് കൂടിയത് കൊണ്ട് അത് ചിലപ്പോൾ റെസിസ്റ്റൻസ് കാണിക്കാം. അപ്പോൾ ഒരു മിസ് റീഡിങ് ആയിരിക്കും വരുന്നത്. അതുപോലെ നമ്മൾ ലൈറ്റായിട്ട് കൊടുത്താലും ചിലപ്പം ഗ്രോത്ത് അവിടെ ഉണ്ടാവാത്തതായിരിക്കും, പക്ഷെ നമ്മളത് സസെപ്റ്റബിൾ ആണെന്ന് പറഞ്ഞ് കൊടുക്കും. അങ്ങനെയുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ടൈം, ഇതെല്ലാം ഇതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. ദെൻ MHA എന്താണെന്ന് പറഞ്ഞായിരുന്നു. MHA മീഡിയയാണ് നമ്മളിതിനു വേണ്ടി യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. എന്തുകൊണ്ടാണ് നമ്മൾ MHA യൂസ് ചെയ്യുന്നത്? ഇതൊരു നോൺ സെലക്റ്റീവ്, അതായത് എല്ലാ ബാക്ടീരിയയും ഗ്രോ ചെയ്യുന്ന ഒരു മീഡിയയാണ്, നോൺ ഡിഫറൻഷ്യൽ മീഡിയയാണ്. ദിസ് മീൻസ് ഓൾമോസ്റ്റ് ഓൾ ഓർഗൻസും പ്ലേറ്റഡ് ഓൺ ഹിയർ വിൽ ഗ്രോ. അതായത് നമ്മൾ അതിനകത്ത് ചെയ്ത എല്ലാ ഓർഗൻസും അവിടെ ഗ്രോ ചെയ്യും. ഓക്കെ, ഇതിനകത്ത് സ്റ്റാർച്ച് ഉണ്ട്. സ്റ്റാർച്ച് എന്നതിന് വേണ്ടിയിട്ടാണ് ടോക്സിൻസിനെ അബ്സോർബ് ചെയ്യും. അബ്സോർബ് ടോക്സിൻസ് റിലീസ് ഫ്രം ബാക്ടീരിയ, അതായത് ബാക്ടീരിയ റിലീസ് ചെയ്യുന്ന ടോക്സിൻസിനെ ഇതിനകത്തുള്ള സ്റ്റാർച്ച് അബ്സോർബ് ചെയ്യും. അതുകൊണ്ട് തന്നെ ആ ഒരു ടോക്സിൻസ് ആൻറ്റിബയോട്ടിക്സുമായിട്ട് ഇൻ്റർഫിയർ ചെയ്യത്തില്ല. ദെൻ ആ ആൻറ്റിബയോട്ടിക്സിന് അത് ഫുള്ളായിട്ട് ആ പ്ലേറ്റിൽ നന്നായിട്ട് ഡിഫ്യൂസ് ചെയ്യാനായിട്ട് ഈ ഒരു മീഡിയം അതിനെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ MHA മീഡിയ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ഡയലൂഷൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ബാക്ടീരിയനെ, അതായത് ഒരു ക്വാണ്ടിറ്റേറ്റീവ് ടെസ്റ്റാണ്. ബാക്ടീരിയനെ കില്ല് ചെയ്യാനായിട്ട് എത്ര എടുക്കണം, ബാക്ടീരിയനെ ഇൻഹിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര എടുക്കണം, അങ്ങനെ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാം, അങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഈ ഡയലൂഷൻ മെത്തേഡിന് മുമ്പ് ആയിട്ട് വേറൊരു മെത്തേഡുണ്ട്. ഇപ്പം നമ്മൾ പഠിച്ചത് ഡിസ്ക് ഡിഫ്യൂഷൻ മെത്തേഡ് പഠിച്ചു. അതുപോലെ തന്നെ അതിൽ തന്നെ വരുന്നതാണ് സ്റ്റോക്ക് മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് ഇതൊരു MHA പ്ലേറ്റ്. ദെൻ MHA പ്ലേറ്റിൽ ഇതിപ്പോൾ ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്യുവാണ്, അതായത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തപ്പം ഇവിടെ എനിക്ക് ടെസ്റ്റ് ചെയ്യേണ്ട ഓർഗനിസം, ഇവിടെയും ടെസ്റ്റ് ചെയ്യേണ്ട ഓർഗനിസം, ഇവിടെ കൺട്രോൾ, അങ്ങനെയാക്കിയാണ് വെക്കുന്നത്. ഓക്കെ, ദെൻ MHA പ്ലേറ്റ് നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇതിനകത്ത് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട ഓർഗനിസം, ഇതിലും ടെസ്റ്റ് ചെയ്യേണ്ട ഓർഗനിസം ഇതിനകത്ത് കൺട്രോളായിട്ട് വയ്ക്കും. ഇനി ഈ ടെസ്റ്റ് ചെയ്യേണ്ട ഓർഗനിസം, അപ്പോൾ ഇതിനെല്ലാം കോമൺ ആയിട്ട് നമ്മൾ, ഇതൊരു ATCC സ്ട്രെയിൻ ആണ്. ദെൻ ഇവിടെ ആയിട്ട് ഡ്രഗ് പ്ലേസ് ചെയ്യും. ആ ഡ്രഗ് പ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ കൺട്രോളിനകത്ത് വരുന്ന സോണും ഇതിനകത്ത് വരുന്ന സോണും തമ്മിൽ വ്യത്യാസം വരും. കൺട്രോൾ സെൻസിറ്റീവ് ആണെങ്കിൽ ഇത് പക്ഷേ റെസിസ്റ്റൻ്റ് ആയിരിക്കും, ചിലപ്പോൾ രണ്ടിലും ഈക്വലായിട്ടും വരാം. ഓക്കെ, ഈ ഒരു മെത്തേഡിനെയാണ് നമ്മൾ സ്റ്റോക്ക് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാം, നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട മൈക്രോ ഓർഗനിസം, ആ ഒരു ആൻറ്റിബയോട്ടിക്കിൻ്റെ ആ ഒരു ആക്ടിവിറ്റി കറക്റ്റായിട്ട് തന്നെയാണോ നടക്കുന്നത് എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യും. പിന്നെ ഡയലൂഷൻ മെത്തേഡിനകത്ത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഇതുണ്ടോ, ഇതാണ് ഡയലൂഷൻ മെത്തേഡ്. നമ്മൾ മുള്ളൻ ഹിൻഡൻ ബ്രോത്താണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം ബ്രോത്ത് യൂസ് ചെയ്യാം. ദെൻ ആ ബ്രോത്തിനകത്ത് ട്യൂബ്സ് എടുത്തു. ട്യൂബിനകത്ത് നമ്മൾ ആദ്യം ബ്രോത്ത് ഒഴിച്ചു. ആ ബ്രോത്തിനകത്ത് നമ്മൾ ആൻറ്റിബയോട്ടിക്സിനെ ആഡ് ചെയ്തു. ആൻറ്റിബയോട്ടിക്സിനെ ആഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.1 to 128 mg/ml ആ ഒരു രീതിയിലാണ് നമ്മൾ ആൻറ്റിബയോട്ടിക്സ് ആഡ് ചെയ്യുന്നത്. അതായത് ആദ്യം കിടക്കുന്ന ട്യൂബിൽ ആൻറ്റിബയോട്ടിക്സിൻ്റെ അളവ്
കൂടുതലാണ്. ഓക്കെ, ഈ ഒരു പടം നിങ്ങൾക്ക് മനസ്സിലാവില്ല, വേറൊരു പടം കാണിച്ചു തരാം. ഈ ഒരു മെത്തേഡിനകത്ത് ഇത് കണ്ടോ, ഈ കൊടുത്തിരിക്കുന്ന ട്യൂബ്സ്, ഈ ട്യൂബ്സിൽ ആദ്യത്തെ ട്യൂബിൽ ഇവിടുന്ന് ഇങ്ങോട്ട് ആൻറ്റിബയോട്ടിക്കിൻ്റെ അളവ് കുറവാണ്. അതായത് ഈ ബ്രോത്തിനകത്ത് ഇതിനകത്ത് ആൻറ്റിബയോട്ടിക്കിൻ്റെ അളവ് കൂടുതൽ, ഇതിനകത്ത് അതിലും കുറവ്, അങ്ങനെ കുറഞ്ഞ് ഏറ്റവും ലാസ്റ്റിൽ ഇത് കൺട്രോള്. ഓക്കെ, കൺട്രോളായിട്ട് വെച്ചിരിക്കുന്നത്. ആ കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ആൻറ്റിബയോട്ടിക്സ് ഒന്നുമില്ല, ജസ്റ്റ് സൊല്യൂഷനും അതുപോലെ തന്നെ മൈക്രോ ഓർഗാനിസവും. അപ്പോൾ നമ്മൾ ഈ ആൻറ്റിബയോട്ടിക്സിനെ ആദ്യം ഈ ഒരു വലുതിൽ നിന്ന് ചെറുതിലേക്ക് എന്ന രീതിയിൽ ആഡ് ചെയ്ത് കൊടുത്തു. ആഡ് ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് ബാക്ടീരിയനെ ഈക്വൽ എമൗണ്ട് എല്ലാത്തിനകത്തും ആഡ് ചെയ്ത് കൊടുത്തു. ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഗ്രോത്ത് നോക്കുക. ആഫ്റ്റർ ഇൻക്യുബേഷൻ കഴിഞ്ഞ് നോക്കുമ്പം ഇതിനകത്ത് ഈ ഒരു 4 എണ്ണം, അതായത് 8ാമത്തെ ട്യൂബ് വരെ നമുക്ക് വിസിബിളായിട്ട് നമുക്ക് അതിനകത്ത് ഗ്രോത്ത് കാണുന്നില്ല. ഓക്കെ, ഈ 8 വരെയുള്ള ട്യൂബിനകത്ത്, അതായത് കോൺസെൻട്രേഷൻ കുറച്ച് വരുന്നതിനകത്ത് ആ 8ാമത്തെ ട്യൂബ് വരെയുള്ളതിൽ നമുക്ക് ഗ്രോത്ത് ഒന്നും വിസിബിളി കാണാൻ പറ്റുന്നില്ല. കണ്ണുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ അതിനകത്തൊരു ടർബിഡിറ്റിയോ ഒന്നുമില്ല. ആ ലാസ്റ്റിൽ വരുന്ന ആ 8 എന്ന് പറയുന്ന ആ ഒരു ട്യൂബിനെയാണ് നമ്മൾ MIC ആയിട്ട് എടുക്കുന്നത്. ദെൻ ഇനി ഈ ഗ്രോത്ത് കാണാത്ത ഈ ട്യൂബിൽ നിന്ന് അതിൽ നിന്നും എടുത്ത് നമ്മൾ കൾച്ചർ ചെയ്യും. ഒരു ബാക്ടീരിയൽ പ്ലേറ്റ് എടുത്ത് അഗാർ പ്ലേറ്റ് എടുക്കും. അഗാർ പ്ലേറ്റിനകത്തേക്ക് നമ്മൾ കൾച്ചർ ചെയ്യും. അഗാർ പ്ലേറ്റിൽ കൾച്ചർ ചെയ്ത് കഴിയുമ്പോൾ അങ്ങനെ കൾച്ചർ ചെയ്യുന്നതിനകത്ത് ഏതിലാണോ നോ ഗ്രോത്ത് കാണിക്കുന്നത്, അതായത് ഗ്രോത്ത് ഇല്ലാത്ത പ്ലേറ്റ്, ഇപ്പോൾ ഈ ഒരെണ്ണം 4 ഇതിനകത്താണ് ഗ്രോത്ത് ഇല്ലാത്ത. അപ്പോൾ ആ ഗ്രോത്ത് ഇല്ലാത്ത പ്ലേറ്റ് ഏത് ട്യൂബിൽ നിന്ന് എടുത്ത് 32. അപ്പോൾ ആ 32 ആണ് എന്തെന്ന് പറയുന്നത്, 32 മ്യൂജിപെരമലാണ് MBC ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതാണ് MICയും MBC. അപ്പം മിനിമം ഇൻഹിബിറ്ററി കോൺസെൻട്രേഷനായിട്ട് 8ഉം മിനിമം ബാക്ടീരിയൽ കോൺസെൻട്രേഷനായിട്ട് 32 എടുക്കുന്നത്. അപ്പം നമ്മൾ ഗ്രോത്ത് ഇല്ലാത്ത പ്ലേറ്റ്സ് എടുത്ത് കൾച്ചർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഗ്രോത്ത് ഇല്ലാത്ത പ്ലേറ്റ് ഏതാണോ അതിൽ വരുന്ന കോൺസെൻട്രേഷൻ ഏതാണോ അതാണ് അതിൻ്റെ MBC ആയിട്ട് ഫുള്ളായിട്ട് ബാക്ടീരിയനെ കില്ല് ചെയ്യാൻ പറ്റുന്ന ലോവസ്റ്റ് കോൺസെൻട്രേഷൻ ആണ് MBC എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് എപ്സിലോമർ ടെസ്റ്റ് അല്ലെങ്കിൽ ഈ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഈ എപ്സിലോമർ ടെസ്റ്റ് സെയിം അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, MHA എടുക്കുന്നു. MHAക്കകത്തേക്ക് സ്വാബ് ചെയ്യുന്നു. ഫുള്ളായിട്ട് സ്വാബ് ചെയ്തതിന് ശേഷം ഈ എപ്സിലോൺ സ്ട്രിപ്പാണ് ആഡ് ചെയ്യുന്നത്. ഈ സ്ട്രിപ്സിൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ സ്ട്രിപ്പിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു ആൻറ്റിബയോട്ടിക്കിൻ്റെ ഇതാണ്. ആ ആൻറ്റിബയോട്ടിക്ക് എത്രമാത്രം കോൺസെൻട്രേഷൻ, അതായത് കോൺസെൻട്രേഷൻ ഇങ്ങനെ കൂടി ഇവിടെ നിന്ന് ഇങ്ങനെ കൂടുന്നതിൽ ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. ഇത് ഇവിടെ നിന്ന് താഴോട്ട് കോൺസെൻട്രേഷൻ കുറഞ്ഞു വരിക. അപ്പം ആൻറ്റിബയോട്ടിക്കിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലുള്ളത് ഈ മേൽഭാഗത്ത്, കുറവുള്ളത് താഴ്ഭാഗത്തുമാണ്. ദെൻ നമ്മൾ ഫുള്ളായിട്ട് സ്വാബ് ചെയ്തതിന് ശേഷം ഈ സ്ട്രിപ്പ് നമ്മൾ ഇതിനകത്തേക്ക് പ്ലേസ് ചെയ്യുന്നു. ആഫ്റ്റർ ഇൻക്യുബേഷൻ കണ്ടോ ഒരു ഓവൽ ഷേപ്പിൽ ഇങ്ങനെ വരും. ദെൻ അതിനകത്ത് ഏറ്റവും അറ്റത്ത് എവിടെയാണോ ലാസ്റ്റ് വന്നിങ്ങനെ മുട്ടുന്നത് ഈ ഒരു ഫോർമേഷൻ, ഇതാണ് അതിൻ്റെ MIC എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു ലെവലിനെയാണ് അതിൻ്റെ MIC എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു മെത്തേഡ് വഴി MICയെ ആ ഡയലൂഷൻ മെത്തേഡ് ഒന്നും ചെയ്യാതെ തന്നെ MICE എപ്സിലോൺ ടെസ്റ്റ് വെച്ച് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞു വരുമ്പോൾ ഏറ്റവും ലോവസ്റ്റ് കോൺസെൻട്രേഷനിൽ എവിടെയാണോ അത് വെച്ചിട്ട് നമുക്ക് ബാക്ടീരിയനെ കില്ല് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാവും. ഇതാണ് ഈ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയുമാണ് AST എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ AST ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊരു മിഷനാണ്. നമ്മൾ മാനുവലി നമുക്ക് ഡ്രഗ്സൊക്കെ യൂസ് ചെയ്ത് നോക്കാൻ പറ്റും. ഇപ്പോൾ പുതുതായിട്ട് ഡിസ്കവർ ചെയ്ത വൈടെക് മിഷൻ എന്ന് പറയുന്നൊരു മിഷനുണ്ട്. ആ മിഷൻ വെച്ചിട്ട് നമുക്ക് ആൻറ്റിബയോട്ടിക് ഡ്രഗ്സ്, അതായത് ആൻറ്റിബയോട്ടിക് സെൻസിറ്റിവിറ്റി ടെസ്റ്റ് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് വൈടെക് മിഷൻ എന്ന് പറയുന്നത്. അത് ചില ഹോസ്പിറ്റൽസിലൊക്കെ കാണാനായിട്ട് പറ്റും.